അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ പറഞ്ഞു, ഉറക്കെ പറ, ഹബീബായ റസൂൽ പറഞ്ഞു, ലാ യജ്തമിഉ അലാ അബ്ദി യഖൂലുല്ലാഹ്, യഖൂലുല്ലാഹ്, അല്ലാഹ് പറയുകയാ, യഖൂലുല്ലാഹ്, അല്ലാഹ് പറയുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി. ലാ യജ്തമിഉ അലാ അബ്ദി ഖൗഫാനി വഅംനാൻ, എന്റെ അടിമക്ക് രണ്ട് ഭയമോ രണ്ട് നിർഭയമോ ഒരുമിച്ച് കൂടുകയില്ല. കേട്ടോളൂ, ഇതൊരു ഒറ്റ മൂല്യാണ്. അവസാനിപ്പിക്കാം. ഈ വിഷയം പിരിഞ്ഞ് തീരുമ്പോൾ, വിഷയം പറഞ്ഞ് തീരുമ്പോൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൈ പിടിച്ചോളൂ. എൻ്റെ ഏതൊരടിമക്കും രണ്ട് ഭയവും ഉണ്ടാവുകയില്ല, രണ്ട് നിർഭയവും ഉണ്ടാവുകയില്ല. ഏതൊരാൾക്കും രണ്ട് പേടി ഉണ്ടാവില്ല, രണ്ട് പേടിയില്ലായ്മ ഉണ്ടാവില്ല. ഹബീബായ റസൂൽ പറഞ്ഞു, ഉറക്കെ പറ, ഹബീബായ നബി പറഞ്ഞു, മുഅ്മിനീങ്ങളെ, എൻ്റെ അല്ലാഹു പറയുന്നുണ്ട്, എൻ്റെ അടിമക്ക് രണ്ട് പേടി ഉണ്ടാവില്ല, രണ്ട് പേടി ഇല്ലായ്മ ഉണ്ടാവില്ല. അതൊരു വാക്കാണ്. എന്താണത്? ഇന്ന ഖാഫനി ഫിദ്ദുനിയ അമിൻതുഹു ഫിൽ ആഖിറ വഇൻ അമിനനി ഫിദ്ദുനിയ അഖഫ്തുഹു ഫിൽ ആഖിറ. സ്വലാത്തുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. രണ്ട് പേടി ഉണ്ടാവില്ല, രണ്ട് പേടിയില്ലായ്മയും ഉണ്ടാവില്ല. അതായത് ദുന്യാവിലും അള്ളാനെ പേടിയാ, ആഖിറത്തിലും പേടിയാ, അങ്ങനെ ഉണ്ടാവില്ല. അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിച്ചാൽ, വയസ്സന്മാരെ അള്ളാഹു തആല ബഹുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ദീനിൻ്റെ അനുയായികളായ ആളുകളെ അള്ളാഹു തആലക്ക് പ്രത്യേകം അവരോട് ബഹുമാനമുണ്ട്. അവരെ ബഹുമാനിച്ചവർക്കൊക്കെ അള്ളാഹു തആലയുടെ ബഹുമാനം ഉണ്ടാവും. അള്ളാഹു അന്ത്യനാളിൽ അവരെ ബഹുമാനിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അവസാനിപ്പിക്കാം മുഅ്മിനീങ്ങളെ. അപ്പോൾ ഇവിടെ വളരെ ഗൗരവമായി നമ്മൾ ഈ കാര്യം ചിന്തിക്കണം. ഇവിടെ പേടിയുള്ളവർക്ക് രണ്ട് പേടി ഉണ്ടാവില്ല, രണ്ട് പേടിയില്ലായ്മ ഉണ്ടാവില്ല. ഇവിടെ രണ്ട് പേടി ഉണ്ടാവില്ല, രണ്ട് പേടിയില്ലായ്മയും ഉണ്ടാവില്ല. അതായത് ഇവിടെയും പേടിയാ അവിടെയും പേടിയാ, അങ്ങനെ ഉണ്ടാവില്ല. ഇവിടെയും പേടിയില്ല അവിടെയും പേടിയില്ല, അങ്ങനെ ഉണ്ടാവില്ല. ഇതാ വിഷയം. രണ്ട് പേടി ഉണ്ടാവില്ല. ഒരു ഒറ്റമൂല്യ, ഒരു കാര്യത്തിനൊരു ഒറ്റമൂലി പറയാം. രണ്ട് പേടി ഉണ്ടാവില്ല, രണ്ട് ഒന്ന് ഉറക്കപ്പറ, ഒരു വിഷയം തീരുമാനിച്ച് പിരിയുക. രണ്ട് പേടിയും ഉണ്ടാവില്ല, രണ്ട് പേടിയില്ലായ്മ ഉണ്ടാവില്ല. അതായത് ഇവിടെയും അള്ളാനെ പേടിയാണ്, അവിടെയും പേടിയാണ്, അങ്ങനെ ഉണ്ടാവില്ല. ഇവിടെയും പേടിയില്ലാത്ത ജീവിതമാണ്, അവിടെയും പേടിയില്ലാത്തതാണ്, അങ്ങനെ ഉണ്ടാവില്ല. അതായത് ഒരിടത്ത് പേടിയുണ്ടാവും, ഒരിടത്ത് ആദ്യം തീരുമാനിച്ചാൽ ഇനി നമുക്ക് തീരുമാനിക്കാം എവിടെ ഉണ്ടാവുക. മുഅ്മിനീങ്ങളെ, നമ്മൾക്ക് ഈ സന്തോഷത്തിൽ അള്ളാഹിൻ്റെ മഹ്ശറിൽ ഒരുമിച്ച് കൂടണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടും അള്ളാഹിൻ്റെ മുത്തഖീങ്ങളായ അള്ളാഹിൻ്റെ സാലിഹീങ്ങളെ കൂടെ നിന്നുകൊണ്ടും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഞാൻ നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു വാക്ക് പറയാം. ഹബീബായ റസൂൽ പറഞ്ഞു, ആനിയത്തുഹു അദദുൻ നുജൂമി, ഹൗലുൽ കൗസറിൽ നക്ഷത്രങ്ങളുടെ എണ്ണത്തിന് കോപ്പയുണ്ടാവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ മഹാന്മാരെ ബഹുമാനിച്ചതിന്, ആ അഹ്ലു ബൈത്തിനെ ബഹുമാനിച്ചതിന് പകരം അതിലൊരു കോപ്പ അള്ളാഹു നമുക്ക് വിധിക്കട്ടെ. ഇവിടെ വെച്ച് അള്ളാഹു വിധിക്കട്ടെ, അള്ളാഹു വിധിക്കട്ടെ, അള്ളാഹു തആല വിധിക്കട്ടെ. ആനിയത്തുഹു അദദുൻ നുജൂമി, നക്ഷത്രത്തിന്റെ എണ്ണത്തിന് ഹൗലുൽ കൗസറിൽ കോപ്പയുണ്ടാവുമെന്ന് ഹബീബായ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊരു കോപ്പ ഈ മഹാന്മാരെ ആദരിക്കുന്നതിന് പകരമായി, ഈ സാദാത്യങ്ങളെയും ആലിമീങ്ങളെയും ആദരിക്കുന്നതിന് പകരമായി അതിലൊരു കോപ്പ അള്ളാഹു നമുക്കും തരട്ടെ, അതിലൊരു കോപ്പ അള്ളാഹു നമുക്കും വിധിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവസാനിപ്പിക്കാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ സമുദായത്തിൻ്റെ കൂടെ നിൽക്കുക. സമുദായമാണ് ഏറ്റവും പ്രധാനം. ഈ 14 ദിവസത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങാണ്. ഈ ക്ലാസ്സിന് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. പാണക്കാട് സയ്യിദ് കുടുംബവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും ഏതൊരു കാര്യത്തിന് നേതൃത്വം നൽകുന്നുവോ ആ കാര്യത്തിൻ്റെ ഇസ്സത്താർന്ന സമൂഹത്തിലെ സംസ്ഥാപനം മാത്രമാണ് ഈ ക്ലാസ്സിൻ്റെ ലക്ഷ്യം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 5-8 കൊല്ലമായി ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിലും മറ്റു വർഷത്തിലൊരിക്കൽ ഓരോ സ്ഥലങ്ങളിലായി, വർഷത്തിൽ പല തവണകളായി ഓരോ മഹല്ലുകളിലും ഇത് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെയും പിന്നിൽ ഉള്ള വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് കുടുംബത്തിൻ്റെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും ഇസ്സത്ത് മാത്രമാണ്. അവരാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചാരകരായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നമ്മുടെ മുന്നിൽ തന്നിട്ടുള്ള നമ്മുടെ നേതാക്കന്മാർ. അള്ളാഹു അവർക്ക് ഇസ്സത്ത് കൊടുക്കട്ടെ,
അള്ളാഹു അവർക്ക് ഇജ്ജത്ത് കൊടുക്കട്ടെ. അതുകൊണ്ട് വളരെ വ്യക്തമായി ഒരു കാര്യം ഈ സാഹചര്യത്തിൽ ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. സമുദായത്തിന്റെ ഐക്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ആ ഐക്യം എന്ന് പറയുന്നത് ഈ മഹാന്മാരെ പിന്നിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയുള്ള ഐക്യമാണ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഈ മഹാന്മാരെ പിന്നിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇന്ന് പാണക്കാട്ടെ നമ്മുടെ പിതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മലയാളക്കരയിലെ മുസ്ലിമീങ്ങളെ പിതാവാണ്, അല്ല ഇന്ത്യൻ മുസ്ലിമീങ്ങളെ പിതാവാണെന്ന് സംബോധന ചെയ്തുകൊണ്ട് ഒരുപാട് പ്രഭാഷണങ്ങൾ വിനീതൻ തന്നെ ഇവിടെ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടതാണ്. ഇന്ന് നമ്മുടെ പിതാവ് പാണക്കാട്ട് നമ്മുടെ ബാപ്പ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. അവരുടെ പിന്നിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ശക്തി വീണ്ടും ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. പാണക്കാട്ട് ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ആളുകൾ പോയി. ഇനി സമുദായത്തെ ഞങ്ങൾ തോന്നിയ വിധത്തിലും രീതിയിലും കൊണ്ടുപോകാമെന്ന് മനപ്പായസമുണ്ണുന്ന ചില ആളുകളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ മഹത്തായ സമ്മേളനം ഏറ്റവും വലിയ താക്കീതാണ് എന്നുകൂടി സാന്ദർഭികമായി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചുപോയ മുൻഗാമികൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. എന്നാൽ ജീവിച്ചിരിക്കുന്ന ധീരന്മാരായ സ്വാലിഹീങ്ങളുടെ കൂടെ നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഒറ്റവാക്ക്, രണ്ട് പേടിയും ഉണ്ടാവില്ല, രണ്ട് പേടിയില്ലായ്മയും ഉണ്ടാവില്ല. ദുന്യാവിലും അല്ലാഹുവിനെ പേടിയാണ്, ആഖിറത്തിലും അല്ലാഹുവിനെ പേടിയാണ്. അങ്ങനെ ഉണ്ടാവില്ല. ദുന്യാവിലും അല്ലാഹുവിനെ പേടിയില്ല, ആഖിറത്തിലും അല്ലാഹുവിനെ പേടിയില്ല. അങ്ങനെ ഉണ്ടാവില്ല. ഒരു സ്ഥലത്ത് പേടിയുണ്ടാവും, ഒരു സ്ഥലത്ത് പേടിയുണ്ടാവും, ഒരു സ്ഥലത്ത് പേടിയില്ലായ്മയുണ്ടാവും. എവിടെ പേടി എവിടെ പേടിയില്ലായ്മ നമുക്ക് തീരുമാനിക്കാം. ഇവിടെ പേടിച്ചാൽ പിന്നെ സ്ഥിരമായി പേടിയില്ലാതെ ആവാം. ഇവിടെ പേടിക്കാതിരുന്നാൽ പിന്നെ സ്ഥിരമായി പേടിയിലുമാകാം. അതിനത്രയേ ഉള്ളൂ. അതേത് കാര്യത്തിനും ഇതൊരു മാനദണ്ഡമാണ്. എന്തിനും ബാപ്പയാണെങ്കിൽ അള്ളാഹിനെ പേടിക്കുന്ന ബാപ്പാക്ക് പരലോകത്തെ പേടിക്കേണ്ടിയില്ല. അധ്യാപകനാണെങ്കിൽ, ഭർത്താവാണെങ്കിൽ, ഭാര്യയാണെങ്കിൽ, ആരാണെങ്കിലും അള്ളാഹിനെ ഇവിടെ പേടിച്ചവർക്ക് അവിടെ ഒരു പേടി ഉണ്ടാവില്ല. അള്ളാഹു അന്ന് മലക്കുകളെ ഏൽപ്പിക്കുകയാ, ബുശ്റാകുമുൽ യൗം, ഇന്ന് നിങ്ങൾക്ക് സന്തോഷമാണ് എന്ന് മലക്കുകൾ പറയും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ മഹാന്മാരായ എമ്പാടും ആലിമീങ്ങളും സാലിഹീങ്ങളും ഈ സദസ്സിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. സമാദരണീയരായ അധ്യക്ഷർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ പണ്ഡിത വര്യർ, കാളമ്പാടി സ്ഥാപകർ, അതുപോലെ തന്നെ ഇവിടെയുള്ള നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രഗത്ഭരായ സംവിധായകൻ റഹ്മത്തുള്ളാഹി ഖാസിമി അവർകളെ, പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഇവിടെയുള്ള മറ്റ് ഉലമാക്കളെ, സാദാത്തുക്കളെ, മറ്റ് സ്ഥാപനങ്ങളുടെ മേധാവികളെ, ഇവിടെയുള്ള ഇതര സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികൾ, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എന്നും ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ, റഹ്മത്തുള്ളാഹി ഖാസിമിയുടെ ഖുർആൻ സ്റ്റഡി സെൻറ്റർ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ധന്യമായ ഒരു മുഹൂർത്തത്തിലാണ് നാം നിലകൊള്ളുന്നത്. നമ്മുടെ കേരളത്തിന് പുറത്ത് ഇന്ത്യയിലും, ഇന്ത്യയുടെ പുറത്ത്